പാപ്പി എൻ്റെ കല്യാണമാണ് മെയ് 4 ഡേറ്റിംഗ് ആപ്പ് അല്ല കേട്ടോ. ഇന്തോനേഷ്യൻ മരുമകൻ അങ്ങനെ ഈ ഒരു ഇന്തോനേഷ്യക്കാരിയെ കണ്ടുമുട്ടി ഞങ്ങൾ ഈ ഒരു ആപ്പ് കൊടുത്തതും ചെറിയൊരു കവറിൽ കുറച്ച് പൈസ ഇട്ടിട്ട് വരണം എല്ലാവരും. ഇവൻ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ട്, ഇവൻ്റെ മുഖം കണ്ടിട്ട്. അങ്ങനെ ഉണ്ടോ ഗൈസ്? എന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടോ? സലാമത്ത് ഫഗി ഗൈസ്, ഗുഡ് മോർണിംഗ്. നമസ്കാരമൊക്കെ പറയുന്നുണ്ട് റഫ കേട്ടോ. പക്ഷേ ഇതിന് മുന്നേ നടന്നതൊക്കെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. റഫേനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് കൺവിൻസ് ചെയ്യാൻ വന്നത് എന്നെ കുറേ പാടുപെട്ടിട്ടാണ്. നമ്മുടെ Q&A ഇന്തോനേഷ്യൻ മരുമകൻ എങ്ങനെ ഈ ഒരു ഇന്തോനേഷ്യക്കാരിയെ കണ്ടുമുട്ടി, ഞങ്ങളുടെ പ്രണയകഥ, ഞങ്ങളെങ്ങനെ കണക്റ്റായി എന്നൊക്കെ ഉള്ള ഒരു ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ഉള്ള ഒരു മറുപടിയും ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ദിസ് ഈസ് എ Q&A. First of all, we would like to say thank you for supporting Farouk's channel video, and also thank you for the good wishes. We are so happy to read all the comments. Thank you guys. ഒരുപാട് നന്ദി. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുന്നതിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല വിശ്വസ് പറയുന്നുണ്ട്. അതിന് ആദ്യമായിട്ട് നന്ദി പറയാണ് റഫയും പിന്നെ ഞാനും. ഞങ്ങളിപ്പോൾ ഇതുവഴിയുള്ളൊരു വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വഴി നടക്കുന്നത്. കാര്യം റഫ ഇപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര മടി കൂടി വരികയാണ്. റഫയ്ക്ക് നടക്കണ്ട, റഫയ്ക്ക് വീട്ടിലിരുന്നാൽ മതി, റഫയ്ക്ക് ഫോണും കുത്തി ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നാൽ മതി. യു ഡോണ്ട് വാണ്ട് ടു വാക്ക് റൈറ്റ്, ഓൺലി ഫോർ ദിസ് വീഡിയോ യു ആർ വാക്കിംഗ്. നമ്മൾ വന്ന സമയത്ത് ആദ്യത്തെ ദിവസങ്ങളൊക്കെ നമ്മൾ രാവിലെ നടക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ റഫയ്ക്ക് നടക്കാൻ പോയേ വേണ്ട, റഫയ്ക്ക് ഇങ്ങനെ വീട്ടിലിരുന്നാൽ മാത്രം മതി കേട്ടോ. അതാണ് ആഗ്രഹം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: നമ്മൾ എങ്ങനെ പരിചയപ്പെട്ടു, ഞങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി, ഞാൻ റഫയും. ഹൗ വി മെറ്റ് സായാങ്? Long story short, we met on 2024 on an online platform. ഓക്കെ, 2024 ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അതൊരു മാട്രിമോണിയൽ പ്ലാറ്റ്ഫോം ആയിരുന്നു, ഡേറ്റിംഗ് ആപ്പ് അല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് എ ഡേറ്റിംഗ് ആപ്പ്, റൈറ്റ് സേ? No, it's not dating app. It's like app for finding spouse. നമ്മുടെ നാട്ടിലെ മാട്രിമോണിയൽ വെബ്സൈറ്റുകളുണ്ടല്ലോ, അതുപോലത്തെ ഒരു വെബ്സൈറ്റിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആ ആപ്പ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. ഞാൻ ആ സമയം എയർപോർട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. ഫ്ലൈറ്റ് ഉള്ളപ്പോൾ ഫ്രീ ടൈം ഇല്ല, ഫ്ലൈറ്റ് ഇല്ലാത്ത സമയത്ത് നല്ല ഫ്രീ ടൈം ഉണ്ടാകും. അപ്പോൾ ദുബായ് എയർപോർട്ടിലാട്ടോ ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് വന്നു ഈ ആപ്പിന് വേണ്ടിയിട്ട്. ഈ ആപ്പ് ഇങ്ങനെ നമുക്ക് സ്പൗസിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്തു. അതേസമയം ഹൗ സാങ് ഇൻസ്റ്റാൾ ദാറ്റ് ആപ്ലിക്കേഷൻ? Actually, I got reference from my cousin sister. റഫേൻ്റെ കസിൻ സിസ്റ്ററാണ് ആ ഒരു ആപ്പ് റഫയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. റഫ കല്യാണപ്രായമായി നിൽക്കുന്ന കുട്ടിയല്ലേ, പുര നിറഞ്ഞ് നിൽക്കുന്ന കുട്ടിയായതുകൊണ്ട് റഫേൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞു, മോളെ നീ ഈ ഒരു ആപ്പ് ട്രൈ ചെയ്തോ, ഈ ആപ്പിൽ നിനക്ക് നല്ലൊരു ചെക്കനെ കിട്ടും. കാര്യം വൈ ഷീ പ്രിഫർ യു? ബിക്കോസ് ഷീ ഓൾസോ മാരീഡ് ഫ്രം ദാറ്റ് ആപ്ലിക്കേഷൻ. Actually, she has also got married after knowing someone from that application. So I'm just trying my luck. ഓക്കെ. റഫേൻ്റെ ആ കസിനും കല്യാണം കഴിച്ചത് ആ ഒരു ആപ്ലിക്കേഷനിൽ കൂടാണ് കേട്ടോ. ആപ്ലിക്കേഷനിൽ കൂടെ അല്ല കല്യാണം കഴിച്ചത്, ആപ്ലിക്കേഷനിലാണ് റഫേൻ്റെ ആ ഒരു കസിനും സ്പൗസിനെ കണ്ടുപിടിച്ചത്, പാർട്ട്ണറെ കണ്ടുപിടിച്ചത്. റഫേൻ്റെ കസിൻ ഇന്തോനേഷ്യക്കാരിയാണ്, പക്ഷേ കല്യാണം കഴിച്ചിരിക്കുന്ന മലേഷ്യക്കാരാണ് കേട്ടോ. കാക്ക് മാക്സ് ആണ്. കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര് കാക്ക് നേല എന്നും മാക്സ് എന്നുമാണ് ആ ദമ്പതികളുടെ പേര്. അവരാണ് നമുക്ക് ഈ ആപ്പ് പരിചയപ്പെടുത്തി തന്നതും റഫയ്ക്ക് ഈ ഒരു ആപ്പ് കൊടുത്തതും. അപ്പോൾ അങ്ങനെ റഫ ആ ഒരു ആപ്ലിക്കേഷനിൽ റഫേൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. അതേസമയം അങ്ങ് ദുബായിൽ ഇരുന്നിട്ട് ഞാനും എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു കേട്ടോ ആ സമയത്ത്. സോ ഇറ്റ്സ് ലൈക്ക് എ കോയിൻസിഡൻസ് ആണ്. ഓൺ ദ സെയിം ടൈം അറൗണ്ട് ഒരു 2-3 ദിവസത്തിൻ്റെ ഒരു ഇടവേളയിൽ ഒരു കോയിൻസിഡൻസ് പോലെ, ഒരു യാദൃച്ഛികമായ ഒരു നിമിത്തം പോലെ ഞാനും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതേസമയം റഫയും ഇവിടെ ഇന്തോനേഷ്യയിലിരുന്ന് ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യായിരുന്നു. ആ സമയം റഫ ഇന്തോനേഷ്യയിൽ വർക്ക് ചെയ്യായിരുന്നു എഞ്ചിനീയർ ആയിട്ട് കേട്ടോ. BIM മോഡലറാണ് റഫ. ഒരു ആർക്കിടെക്ചറൽ BIM 3D മോഡലറാണ്. എന്തോ വലിയ സംഭവമാണ്. ഞാനൊരു സിമ്പിൾ സംഭവം, ഞാനൊരു അക്കൗണ്ടൻറ്റ് മാത്രമാണ് കേട്ടോ. ഞാൻ ആ സമയം പക്ഷേ എയർപോർട്ടിൽ കസ്റ്റമർ സർവീസായിട്ട് എമിറേറ്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യായിരുന്നു ആ സമയം. അപ്പോൾ സോ സാങ് ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതേസമയം ഞാനും ദുബായിൽ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. സോ ഓക്കെ, അങ്ങനെ പക്ഷേ അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പരിചയപ്പെടണമല്ലോ. ഹൗ വി മീറ്റ്? ലൈക്ക് സാങ് ഫൗണ്ട് മൈ പ്രൊഫൈൽ. സാങ് എൻ്റെ പ്രൊഫൈൽ ആ അക്കൗണ്ട് ആ ഒരു വെബ്സൈറ്റിൽ കണ്ടു. Yes, I find Farouk's profile and I read. He write the description about him and also IG.
ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം എൻ്റെ പ്രതിശ്രുത വധു ഏത് രീതിയിലായിരിക്കണം, സുന്ദരിയായിരിക്കണമോ അതോ എന്താ സുശീല സുന്ദരി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ നമ്മുടെ ആ ഒരു പ്രൊഫൈലിൽ നമ്മളെല്ലാ മോഡലിലും സെറ്റ് ചെയ്യുന്ന കണക്ക് തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ എങ്ങനെയുള്ള ചെക്കനാണെന്നൊക്കെ ഞാൻ നല്ല ഹോണസ്റ്റായിട്ട് ഞാൻ നല്ല അടിപൊളി തങ്കപ്പെട്ട ഒരു പുത്രനാണെന്നൊക്കെ ഞാൻ അതിനകത്ത് എഴുതി വെച്ചു. റഫയ്ക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ റഫ എൻ്റെ ആ ഒരു പ്രൊഫൈൽ ലൈക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു റഫ ഇങ്ങനെ ലൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ റഫയുടെ പ്രൊഫൈലും വായിച്ച് നോക്കി. I visit his Instagram page. I get to know this is real person. Like he had family, he had friends. He also upload like some of works place. ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്ലെയിനിൻ്റെ അടുത്ത് നിൽക്കുന്നതും എമിറേറ്റ്സിൻ്റെ ആ ഫ്ലൈറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോസും വീട്ടുകാരുടെയും എല്ലാവരുടെയും കൂട്ടുകാരുടെയൊക്കെ ഫോട്ടോസ് ഇടുന്നുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ റഫയ്ക്ക് മനസ്സിലായി ഇവനൊരു ഉഡായിപ്പല്ല, ഇവനൊരു റിയൽ പേഴ്സൺ ആണ്, ശരിക്കുള്ളൊരു സ്കാമൊന്നും അല്ല എന്ന് റഫയ്ക്ക് മനസ്സിലായി. അപ്പോൾ റഫ എനിക്ക് അതിനകത്ത് ഒരു അസ്സലാമു അലൈക്കും അല്ല റഫ എന്നെ ലൈക്ക് ചെയ്തു ഒരു ഫോട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി. സംസാരിച്ചപ്പോൾ നമ്മുടെ സംസാരം ലൈക്ക് അവർ സംസാരം വാസ് വെരി സീരിയസ് റൈറ്റ്. ഒരു കോൺവെർസേഷൻ വാസ് വെരി സീരിയസ് ആയിട്ട്. നമ്മുടെ കോൺവെർസേഷൻ ഭയങ്കര സീരിയസ് ആയിരുന്നു, അല്ലാതെ ചിരിയും തമാശയും കളിയൊന്നും ആയിരുന്നില്ല. റഫ കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു, സീരിയസ് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചു അല്ലേ? After getting to know from Instagram, I directly mentioned that I want to find a spouse to share. റഫ ആദ്യം തന്നെ നമ്മളടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ റഫയ്ക്ക് ഒരു സ്പൗസിനെ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻറ്റൻഷനാണ്, അതാണ് റഫേൻ്റെ ഉദ്ദേശം, കല്യാണം കഴിക്കലാണ്, അല്ലാതെ ചുറ്റിക്കളിയും സംസാരവും ചിരിയും കളിയൊന്നും അല്ല എന്ന് റഫ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും അല്ലാതെ പച്ചിരി വാങ്ങിക്കാനോ തവിട് വാങ്ങിക്കാനോ വേണ്ടിയിട്ടല്ല നമ്മുടെ മാട്രിമോണിയിൽ പേര് കൊടുത്തത്, ഞാനും കല്യാണം കഴിക്കാൻ തന്നെയാണ് എൻ്റെയും ഉദ്ദേശം എന്ന് റഫയുടെ ഞാനും പറഞ്ഞു. പക്ഷേ റഫയുടെ പ്ലാൻ ഇറ്റ് വാസ് ലൈക്ക് 2 years, വിത്തിൻ 1 year. Only 1 year. ഒരു വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കാനായിരുന്നു റഫയുടെ പ്ലാൻ. എൻ്റെ പ്ലാൻ ഒരു 3 വർഷം 2 വർഷമൊക്കെ. കാര്യം ആ സമയത്ത് ഞാൻ നാട്ടിലൊരു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചു, ഒരു വീടൊക്കെ വെക്കണം, അതിലേക്ക് കല്യാണം കഴിച്ച് പെൺകുട്ടീനെ കൊണ്ടുവരണം, ചിലവ് ഞാൻ ഏറ്റെടുത്ത് കല്യാണം നടത്തുക, അങ്ങനെയുള്ള ഒരു ഭയങ്കര ഇതൊക്കെ ആയിരുന്നു, ആഗ്രഹമൊക്കെ ആയിരുന്നു എൻ്റെത്. പക്ഷേ അതിനുള്ള ഫുല്ലൂസ് ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 2-3 വർഷത്തേക്ക് പ്ലാൻ ഇട്ടു. കാര്യം ആ സമയത്ത് എനിക്ക് 26 വയസ്സേ ഉള്ളൂ. പക്ഷേ റഫേൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കാനായിരുന്നു. റഫ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്താണ് പെട്ടെന്ന് തന്നെ ചെയ്യണം, കാര്യം ആ കുട്ടീൻ്റെ സമയം മെനക്കെടുത്തരുത് എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, സീ ടോക്ക്. ദെൻ നമ്മൾ കുറേ ചോദ്യങ്ങൾ. കാര്യം ദ ക്വസ്റ്റ്യൻസ് ഈസ് ലൈക്ക് ഹൗ ഡു യു ഹാവ് ആങ്കർ ഇഷ്യൂസ്, ഹൗ ഈസ് യുവർ ഫൈനാൻസ്. First, like we want to know each other. Like we ask each other preference. What do you like from someone, and then about work, about financial current situation, so many things. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചോദിച്ചു. പിന്നെ നമ്മുടെ സാമ്പത്തിക ഭദ്രത, കുടുംബം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരാളുടെ ഒരു ഇഷ്ടം തോന്നുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി റഫ ഇന്തോനേഷ്യക്കാരിയാണെങ്കിൽ നമ്മുടെ അസൽ മലയാളി തനിമയുള്ള കുട്ടിയാണ് റഫ എന്ന് എനിക്ക് മനസ്സിലായി. ഈവൻ യു ആർ ആൻ ഇന്തോനേഷ്യൻ ഗേൾ, മലയാളി തനിമയുള്ള ഒരു ഇന്തോനേഷ്യൻ കുട്ടിയാണ് ഞാൻ കണ്ടുപിടിച്ചതെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നി ഈ കുട്ടീനെ വിട്ടുകളയരുതെന്ന്. അപ്പോൾ പക്ഷെ തമ്മിൽ വാക്കൊന്നും കൊടുത്തില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മൈ ജേണി ടു ഇന്തോനേഷ്യ. കാര്യം ഞങ്ങൾ തമ്മിൽ നമ്മുടെ പ്രിഫറൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, തമ്മിൽ ഒരു ഇഷ്ടം ജനറേറ്റ് ചെയ്തു. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടായി. ഓക്കെ, ഈ കുട്ടി നല്ലതാണ് അല്ലെങ്കിൽ ഈ ചെക്കൻ നല്ലതാണെന്ന് രണ്ടുപേർക്കും തോന്നി. പിന്നെ നമ്മുടെ രണ്ടുപേരുടെ ഇൻറ്റൻഷൻ സെയിം കല്യാണം കഴിക്കാനായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ after some conversation, like we agreed that we like each other thinking like that. So one day Farouk said that he want to visit me and my family in Indonesia. Before I had that he won't do that, but after some time he send the flight tickets. അത് ഞാൻ പറഞ്ഞ നാട്ടിൽ വരാം, റഫേനെ വീട്ടുകാരൊക്കെ ഇനി കാണണം, എന്നിട്ട് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ അപ്പോൾ ആ സമയത്ത് റഫയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവൻ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ട്, ഇവൻ്റെ മുഖം കണ്ടിട്ട്. അങ്ങനെ ഉണ്ടോ ഗൈസ്? എന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടോ? ഇവനെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ട്, ഇവൻ ശരിക്കും പറയായിരിക്കോ അതോ വെറുതെ പറയായിരിക്കോ എന്നൊക്കെ. പക്ഷേ ഞാൻ ഉള്ളതായിട്ട് തന്നെ പറഞ്ഞാൽ അപ്പോഴേ തന്നെ ഞാനൊരു ടിക്കറ്റ് എടുത്ത് അയച്ചും കൊടുത്തു. Less than 10 days he booked the tickets and like saying that he will go to Indonesia. 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു റഫേൻ്റെ അടുത്ത് ഐ വിൽ കം ടു ഇന്തോനേഷ്യ. So that's the moment that I know that he's getting serious about this. അപ്പോൾ അപ്പോഴാണ് റഫയ്ക്ക് മനസ്സിലായത് ഞാൻ സീരിയസ് ആണെന്ന് കേട്ടോ. അങ്ങനെ
ഞാൻ ടിക്കറ്റ് എടുത്തു. അടുത്ത മാസം എൻ്റെ വെക്കേഷനാണ്, ഞാൻ നാട്ടിൽ പോകും. നാട്ടിൽ പോയി പെരുന്നാളിൻ്റെ സമയമാണ്, ആ സമയം നോമ്പ് സമയത്തായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയി പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ ഇന്തോനേഷ്യയിലേക്ക് പറക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അടുത്ത ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ സമ്മതിക്കണം. വാപ്പി ഉമ്മി മസ്റ്റ് എഗ്രി ദാറ്റ് ഐ എം ഫ്ലൈയിങ് ടു ഇന്തോനേഷ്യ. കാര്യം എന്താ വെച്ചാൽ എന്നെ എവിടെയും വിടത്തില്ല, വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുന്ന ഒരു വാപ്പി ഉമ്മയാണ് എനിക്കുള്ളത്. അത് തന്നെയാണ് എനിക്കിഷ്ടം. ഞാനൊരു ഹോമിയാണ് ഗൈസ്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ ഗെയിമും കളിച്ച് വീട്ടിലിരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ എന്നെ വിടത്തില്ല, അതൊക്കെയായിരുന്നു എൻ്റെ പേടി. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നു, വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെനിക്ക് ഞാൻ ഇന്തോനേഷ്യക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ വാപ്പി ഭയങ്കര ഗമയായി. വാപ്പി പറയാം, എൻ്റെ മോൻ കണ്ടോ, എല്ലാ ആൾക്കാരും വയനാടും മൂന്നാറൊക്കെയാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ട്രിപ്പ് പോകുന്നത്, എൻ്റെ ചെക്കൻ പോകുന്നത് ഇൻ്റർനാഷണലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉമ്മിക്കൊരു ഡൗട്ട്, ഇവൻ ഒന്നും കാണാതെ ഇന്തോനേഷ്യക്ക് പോവില്ല എന്നൊക്കെ ഉമ്മി പറഞ്ഞു കേട്ടോ. അവസാനം ഞാൻ കാര്യം പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടീനെ ഇന്തോനേഷ്യയിൽ അറിയാം. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് 1-2 വർഷം കൊണ്ട് അറിയാമെന്നൊക്കെ കേട്ടോ. ആ സമയത്ത് ഒരു കള്ളത്തരം പറഞ്ഞു. അത് സോറി ഉമ്മി, സോറി വാപ്പി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് നാളെ അറിയുള്ളൂ റഫേനെ, ഒരു 10 ദിവസത്തെ പരിചയമുള്ളൂ. അപ്പം 10 ദിവസത്തെ പരിചയം അല്ലെങ്കിൽ 10-15 ദിവസത്തെ പരിചയത്തിലാണ് ഞാൻ ഇന്തോനേഷ്യക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ തലയിലുള്ള വരയാണെന്ന്. നമ്മൾ അറബിയിൽ ഖദർ എന്നൊക്കെ പറയും, നമ്മുടെ ഖദറിൽ എഴുതിയിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയലുണ്ട്. ഞാൻ നാട്ടിലെത്തി, പെരുന്നാൾ കഴിഞ്ഞു, ഇന്തോനേഷ്യക്ക് പോകേണ്ട ദിവസമായി. വാപ്പി ഉമ്മി എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഇന്തോനേഷ്യയിലേക്ക് പറന്നു. ഐ എം ഫ്ലൈയിങ് ടു ഇന്തോനേഷ്യ. Then how's the next step apa? The next step is like introducing Farouk to my family. ഇൻട്രൊഡ്യൂസിങ് എന്നെ റഫേൻ്റെ വീട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വലിയ ചടങ്ങായിരുന്നു റഫയ്ക്ക്. കാര്യം റഫയ്ക്ക് ആദ്യം വീട്ടിൽ അവതരിപ്പിക്കണം, എനിക്ക് ഒരു ഫോറിനറായിട്ടുള്ളൊരു ചെക്കൻ എന്നെ കാണാനായിട്ട് വരുന്നുണ്ടെന്ന്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഈസി ബിക്കോസ് ഇഫ് ദേ സീ മൈ പിക്ചർ ദേ വിൽ ഫൈൻഡ് ലൈക്ക്, ഓ ദിസ് ഗൈ ഈസ് സോ ഹാൻസം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചെക്കൻ ഭയങ്കര ഗ്ലാമർ അല്ലേ, ഇവനെ കെട്ടിച്ചു കൊടുക്കാനൊക്കെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. We should know that you are having pure intention. Same like that. റഫേനെ പോലെ തന്നെ എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ ആ ഒരു ആഗ്രഹവും എൻ്റെ ഒരു പ്ലാനൊക്കെ കറക്റ്റ് ആയിരിക്കണം, നേരെ പോകുന്നതായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടല്ലോ വീട്ടുകാർക്കും. അങ്ങനെ അവർ കുറേ കാര്യങ്ങൾ എന്നെപ്പറ്റി റഫയെടുത്ത് ചോദിച്ചു. റഫ അതെല്ലാം കറക്റ്റിന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്തോനേഷ്യയിൽ ലാൻഡ് ചെയ്തു. നേരെ ഞാൻ പോകുന്നത് റഫേൻ്റെ ഇത്തായെ മീറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഐ കെയിം ടു മീറ്റ് യുവർ സിസ്റ്റർ റൈറ്റ്. റഫേൻ്റെ ഇത്താടെ പേര് റാണി എന്നാണ് കേട്ടോ. റാണി എന്നാണ് ഇത്താടെ പേര്. അപ്പോൾ റാണി താത്തായനെ കാണാനായിട്ടാണ് ഞാൻ ആദ്യം ഇന്തോനേഷ്യയിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിലിരുന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഏകദേശം ഒരു മണിക്കൂർ ഞാനും റഫേൻ്റെ ഇത്തായും കൂടെ സംസാരിച്ചു. അതിൽ കൂടുതലും സംസാരിച്ചത് റഫേൻ്റെ ഇത്തായും ഞാനും മാത്രമാണ് കേട്ടോ. റഫ എല്ലാം ഇങ്ങനെ കാഴ്ചക്കാരിയായിട്ട് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. കാര്യം റഫേൻ്റെ ഇത്ത എന്നെ പൊരിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വിയർത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാ കാര്യം ഉണ്ടായിരുന്നു, ഞാൻ വരണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് ആ സമയത്ത് തോന്നി കേട്ടോ. അങ്ങനെ എന്തായാലും റഫേൻ്റെ ഇത്താട് സംസാരിച്ചു. ആഫ്റ്റർ വി ഫിനിഷ് ടോക്കിംഗ് വിത്ത് സിസ്റ്റർ, വാട്ട് ഷീ സെഡ് saying about me? Her impression to Farouk is he thought that you are clever. റഫേൻ്റെ ഇത്ത ആദ്യം പറഞ്ഞത് റഫേടുത്ത് അവനൊരു ബുദ്ധിരാക്ഷസനാണ് കേട്ടോ, അവനെനിക്ക് പിടിതരുന്നില്ല എന്നാ. കാര്യം ഞാൻ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാനെല്ലാം നമ്മൾ പറയുന്ന കണക്ക് മറ്റേ അയ്മുട്ടിക്ക വെളിച്ചെണ്ണ ഇല്ലേ, പിടിച്ച കിട്ടാത്ത വെളിച്ചെണ്ണ, അത് തേച്ചിട്ട് പോയ കണക്കായിരുന്നു. റഫേൻ്റെ ഇത്ത എന്നെ ഓരോ ഡൗട്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ അതിനെല്ലാം ഇങ്ങനെ എസ്കേപ്പ് ആവും. മലയാളികളോടാണ് ഇന്തോനേഷ്യക്കാരുടെ കളി. അങ്ങനെ റഫേൻ്റെ ഇത്ത അവസാനം പറഞ്ഞു റഫേൻ്റെ അടുത്ത് ആഫ്റ്റർ കോൺവെർസേഷൻ, ഇവൻ ബുദ്ധിമാനാണ് കേട്ടോ, ഇവൻ എനിക്ക് പിടി തരുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇഷ്ടപ്പെട്ടു കേട്ടോ, റഫേൻ്റെ ഇത്താക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ പെർമിഷൻ തന്നു പിറ്റേ ദിവസം റഫേൻ്റെ ഉമ്മായും വാപ്പായും കാണാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ റഫേൻ്റെ ഇത്ത ഉള്ളത് ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ ജക്കാർത്തയിലും റഫേൻ്റെ വീട് പലംബങ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തുമാണ്, വേറൊരു ഐലൻഡാണ്, സുമാത്ര ദ്വീപിലാണ് റഫേൻ്റെ വീടുള്ളത്. സോ വി ഹാവ് ടു ടേക്ക് എ ഫ്ലൈറ്റ് റൈറ്റ് സൈൻ. Yeah, I need to take flight from Jakarta to Palembang. അപ്പോൾ ജക്കാർത്തയിൽ നിന്ന് പലംബങ്ങിലേക്ക് നമ്മളിങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് ലാൻഡ് ചെയ്തു. ഇതങ്ങനെ ഈ മണ്ണില്ലല്ലോ ഇവിടെ, അതെ ഈ മണ്ണിലേക്ക് വി ലാൻഡഡ് ഇൻ ദിസ് സോയിൽ. അപ്പോൾ ഈ മണ്ണിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തു. നേരെ റഫേൻ്റെ വീട്ടിലേക്ക് വന്നു. റഫേൻ്റെ വീട്ടിൽ വരുമ്പോഴേക്കൊക്കെ എനിക്കിങ്ങനെ ടപ്പ് 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 എന്ന് ഇടിക്കായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണല്ലോ, എങ്ങനെയാണ് റഫേൻ്റെ ഫാമിലിനെ മീറ്റ് ചെയ്തത്, റഫേൻ്റെ വീട്ടിൽ വന്നതും ആ സമയമൊക്കെ. കാര്യം റഫേൻ്റെ ഇത്ത ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റഫേൻ്റെ വാപ്പ ഒരു ബോക്സറാണ്, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ബോക്സറാണെന്ന്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ റഫേൻ്റെ വാപ്പ എന്നെ ഇടിച്ച് പറപ്പിക്കും. പക്ഷേ റഫാസ് ഫാദർ മദർ എവരി വൺ വെൽക്കം മീ വിത്ത് വാം
hearts. Alhamdulillah. റഫയും ഞാനും ഒക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ഒരുപാട് ഫുഡും ഒക്കെ ആയിട്ട് എന്നെയും റഫയൊക്കെ അവർ രണ്ടാളും നല്ലപോലെ എന്നെ വരവേറ്റു. ഒരു ഇന്ത്യക്കാരനായ ഒരു മലയാളിയായി എന്നെ റഫേൻ്റെ വാപ്പായും ഉമ്മായും സ്നേഹത്തോടെ കൈയിൽ നീട്ടി സ്വീകരിച്ചു. നിങ്ങൾ എന്നെ സ്വീകരിച്ച മാതിരി അവരും എന്നെ സ്വീകരിച്ചു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ റഫക്കുട്ടീനെയും സ്വീകരിക്കണം നമ്മുടെ നാട്ടിലേക്ക് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സ്മൈൽ. I was requesting everyone, please accept Rafa to Kerala, same like how Rafa's family accepted me to Indonesia. I think I already been accepted also to Farouk's family. Apa ya? Cut. Okay, cut. അപ്പോൾ റഫ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞുതരാം. I feel like also when I visit Kerala after marriage, I also think that like they accept me like so much welcome like that. റഫ നാളെ വരുന്നത്. റഫ പറഞ്ഞു വെച്ചാൽ നമ്മളെ നാട്ടിൽ വന്നപ്പോൾ റഫയ്ക്ക് ആ ഒരു ഫീൽ കിട്ടി. എല്ലാവരും റഫേനെ അക്സെപ്റ്റ് ചെയ്തു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം വാപ്പി ഉമ്മിയൊക്കെ റഫേനെ താഴെ വെച്ച ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ച ചെറിയ പേനായിരിക്കും എന്നും പറഞ്ഞാട്ടോ കൊണ്ട് നടക്കുന്ന നാട്ടിൽ. ഉമ്മയാണെങ്കിൽ റഫേനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ നടക്കത്തുള്ളൂ. അയ്യോ എൻ്റെ മോള് വായോ ഉമ്മി ഈസ് ലൈക്ക് ദിസ് റൈറ്റ്, ഓൾവേസ് ഹോൾഡിങ്. ഇഫ് ഉമ്മി പുറകെ നടക്കുവാണെങ്കിലുണ്ടല്ലോ റഫേനെ ഇങ്ങനെ പിടിച്ചേക്കും. Every time offering food. എല്ലാ സമയത്തും ഫുഡ് കഴിക്കുന്ന പറഞ്ഞ് ഉമ്മി കൊണ്ടുവന്ന് കൊടുക്കും. മാങ്ങ അരിഞ്ഞുകൊണ്ട് കൊടുക്കും, പിന്നെ ഏത്തക്ക പുഴുങ്ങിക്കൊണ്ട് കൊടുക്കും, ഇടിയപ്പം, മുട്ട റോസ്റ്റ്, എന്താ റഫയ്ക്ക് വേണ്ട അതെല്ലാം കൊടുക്കും. ഒരു നിമിഷം ഞാൻ തന്നെ ആലോചിച്ച് പോയി, ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന്. പക്ഷേ എനിക്കിവിടെ കിട്ടി കേട്ടോ, ഇന്തോനേഷ്യയിൽ എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടി. അങ്ങനെ റഫേൻ്റെ വീട്ടിൽ വന്നു. റഫേൻ്റെ വാപ്പായുമ്മയൊക്കെ നല്ലപോലെ സ്വീകരിച്ചു, എല്ലാവരും സംസാരിച്ചു. ബട്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് റഫേൻ്റെ വാപ്പ എന്നോട് ആവശ്യപ്പെട്ടത് കേട്ടോ. ഒരച്ഛൻ്റെ രോദനം റഫേൻ്റെ വാപ്പനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ ഫിസിക്കൽ അബ്യൂസ്, നോ വെർബൽ അബ്യൂസ്. നീ എൻ്റെ മകളെ ഒരിക്കലും ഫിസിക്കലായിട്ട് ശാരീരികമായി ഉപദ്രവിക്കരുത്, മാനസികമായിട്ടും ഉപദ്രവിക്കരുത്. ഇതാണ് റഫേൻ്റെ വാപ്പയുടെ കണ്ടീഷൻ. പിന്നെ മമ്മ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്താണ് നിസ്കാരമൊന്നും ഒഴിവാക്കരുത്, ഭക്ഷണമൊക്കെ നല്ല സമയത്ത് കഴിക്കണം, തമ്മിൽ സ്നേഹിക്കണം, എപ്പോഴും ഒരുപാട് തമ്മിൽ മനസ്സിലാക്കുക, ഗെറ്റ് ടു നോ ഈച്ച് അതർ മോർ. These are the things which Mama and Aya mostly said to us, right? Yeah. They want that we Mama and Aya wants us to get to know each other before having marriage. ഓക്കെ. അപ്പോൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കണം എന്നൊക്കെ ആയിരുന്നു അയ്യയുടെ മമ്മയുടെയൊക്കെ ആവശ്യം. അതിനുശേഷം റഫേൻ്റെ ഫാമിലിനെ എൻ്റെ വാപ്പീനും ഉമ്മിക്കും പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ. ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തു വാപ്പീനെയും ഉമ്മേനെയും റഫേൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അവർ സംസാരിച്ചു, തമ്മിൽ എല്ലാവർക്കും തമ്മിൽ ഇഷ്ടമായി. വാപ്പിക്കും ഉമ്മിക്കും റഫേൻ്റെ ഫാമിലിനെയൊക്കെ ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ റഫയുടെ മമ്മാക്കും അയാൾക്കും എന്നെ വാപ്പിയും ഉമ്മിയും കേരളവും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സന്തോഷത്തോടെ പിരിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, ഈ ഇന്തോനേഷ്യയിൽ നിന്ന് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഐ എം ഗോയിങ് ബാക്ക് ടു കേരള. ഒരു ചെറിയ ഷോർട്ട് ടൈമിനേക്കാണ് കേട്ടോ ഞാൻ വന്നത്. ഇത് ഇവിടെ കല്യാണമാണ് കേട്ടോ നടക്കുന്നത്. സുധ സെൽസായി ഇവിടെ കല്യാണം നടക്കാണ് കേട്ടോ. അതാണ് കല്യാണ വീട്. കഴിഞ്ഞെന്ന് തോന്നുന്നു, അവർ അഴിക്കാന്ന് തോന്നുന്നു കേട്ടോ. ഫ്രീദയും ദീമസ്, ഫ്രീദയുടെയും ദീമസിൻ്റെയും കല്യാണമാണ് അവിടെ നടന്നത് കേട്ടോ. നമ്മൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. നമ്മളിന്ന് ഇതിന് ശേഷം നമ്മളൊരു കല്യാണത്തിന് പോകും. പറ്റുമെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയിൽ അവസാനം കാണിക്കാം കേട്ടോ. കാര്യം ആ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു കുഞ്ഞു കല്യാണമാണ് കേട്ടോ. അപ്പോൾ രണ്ട് വീട്ടുകാരും തമ്മിൽ കണ്ടു. ബോത്ത് ഫാമിലീസ് മീറ്റ് ലൈക്ക് ദേ നോ ഈച്ച് അതർ നൗ. ഓൾറെഡി ഐ വിസിറ്റ് ഇന്തോനേഷ്യ. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു സാർ? ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി, ഞാൻ ദുബൈയിലേക്ക് തിരിച്ചു പോയി അതിനുശേഷം. അപ്പോൾ റഫ തായ്വാൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഇന്തോനേഷ്യയിൽ. വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. അപ്പോൾ റഫയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ റഫേനെ ദുബൈയിലേക്ക് കൊണ്ടുവരികയാണ് ജോലി അന്വേഷിച്ച്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റഫ കെയിം ടു ദുബായ് ടു ഫൈൻഡ് ജോബ്, റൈറ്റ്? അപ്പോൾ റഫയുടെ അവിടുത്തെ ലോക്കൽ ഗാർഡിയൻ ഞാനായിരുന്നു. ഞാൻ തന്നെ റഫയ്ക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ കണ്ടുപിടിച്ചു. റൂമൊക്കെ മീൻസ് ബെഡ് സ്പേസ്, റൂമൊന്നല്ല ബെഡ് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു റഫയ്ക്ക്. പിന്നെ ഗ്രോസറി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെ റഫയുടെ ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു ഇന്തോനേഷ്യയിൽ ഞാൻ. ഇപ്പോൾ എൻ്റെ ലോക്കൽ ഗാർഡിയൻ റഫ. ദാറ്റ് ടൈം ഐ വാസ് യുവർ ലോക്കൽ ഗാർഡിയൻ, നൗ യു ആർ മൈ ലോക്കൽ ഗാർഡിയൻ ഇൻ ഇന്തോനേഷ്യ. ആദ്യം വരുന്ന ദിവസങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു റഫയെ അവിടെ ഹാപ്പി ആക്കാനും റഫയ്ക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ got so much help from Farouk's friend. Hospitality, going here and there. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കുറേ ഹെൽപ്പ് ചെയ്തു നമുക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും. ആ സമയത്ത് എനിക്ക് ദുബൈയിൽ ലൈസൻസോ കാറോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതൊക്കെ ഫ്രണ്ട്സാണ് കേട്ടോ.
അപ്പോൾ റഫയ്ക്ക് അപ്പം തന്നെ മനസ്സിലായി കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെ. കാര്യം എൻ്റെ കൂട്ടുകാരെല്ലാം മലയാളികളായിരുന്നു. എൻ്റെ റഫ അവിടെ വന്നു. റഫക്ക് അവിടെ ഉടനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ ഒരു വലിയൊരു കമ്പനിയിൽ തന്നെ ഒരു ബിസിനസ് ബേയിൽ ജോലി കിട്ടി. അങ്ങനെ റഫ ജോലി തുടർന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും ദുബൈയിലായി. നെക്സ്റ്റ് സ്റ്റെപ്പ് സാൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് we start savings for wedding preparation. അടുത്തത് നമ്മുടെ ചലഞ്ചായിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കുക. കാര്യം അമ്മയും അയ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 10-12 ലക്ഷം രൂപ നീ ഉണ്ടാക്കൂ, അതിനുശേഷം കല്യാണം കഴിക്കൂ എന്നായിരുന്നു. അയ സെഡ് ടു us to save money like 10-12 like around 50,000 dirham. Yeah, because for all expense, wedding expense, it will be like cover all expense. ഒരു 10-12 ലക്ഷം രൂപ ആയതിനു ശേഷം ആ കല്യാണത്തിന് കവർ ചെയ്യാനുള്ള എക്സ്പെൻസ് എല്ലാം ആയതിനു ശേഷം കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുമെന്നായിരുന്നു അയ പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ ഈ 10-12 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 10 മാസത്തെ ശമ്പളമാണ് അവിടുത്തെ ദുബൈയിൽ. പക്ഷേ 10 മാസത്തെ ശമ്പളമേ ഉള്ളൂ. അതിന് ചിലവും കാര്യങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റഫയും കൂടെ സേവ് ചെയ്യാൻ തുടങ്ങി. 2024 ഡിസംബർ, ഇതേ സമയം ഒരു വർഷം മുന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പൈസ സേവ് ചെയ്യാൻ തുടങ്ങുന്നതും. പക്ഷേ 50 ലക്ഷം ഒന്നും 10 ലക്ഷമൊക്കെ ആവുന്നതിന് മുന്നേ നമ്മൾ റഫേൻ്റെ വാപ്പടുത്ത് പറഞ്ഞു പൈസ ഏകദേശം അത്ര ആയിട്ടുണ്ട്, ഞങ്ങൾ കല്യാണം കഴിക്കട്ടെ. അപ്പോൾ പറഞ്ഞു പൈസ എങ്കിൽ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജനുവരി ഫെബ്രുവരി ആയപ്പോൾ തന്നെ നമ്മൾ ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്തു കേട്ടോ. റൈറ്റ് സാങ് വി ബുക്ക് ദ പാക്കേജ്. Yes, we are in Dubai and we will have the wedding at Indonesia. നമ്മൾ ദുബൈയിലുമാണ്. നമ്മൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇന്തോനേഷ്യയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു വെഡ്ഡിങ് ഓർഗനൈസർ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ നമ്മൾ ബന്ധപ്പെട്ടു. അവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ പ്ലാൻ ചെയ്തു ഒരു ഡേറ്റ്. വീട്ടിൽ വിളിച്ച് ഞാൻ പറഞ്ഞു വാപ്പി എൻ്റെ കല്യാണമാണ് മെയ് 4 അപ്പോൾ വാപ്പി പറഞ്ഞു ഞങ്ങൾ എത്തിക്കോളാന്ന്. ഇറ്റ്സ് ലൈക്ക് ഐ എം കോളിംഗ് ഹോം ആൻഡ് സേയിങ് വാപ്പി ഇറ്റ്സ് മൈ മാരേജ് ഓൺ മെയ് 4. ബിക്കോസ് സാധാരണ വാപ്പായും ഉമ്മായും കുടുംബക്കാരൊക്കെ ആയിരിക്കുമല്ലോ ഡേറ്റ് ഒക്കെ തീരുമാനിക്കുന്നത്. ഇത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു അല്ലേ. പക്ഷേ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നല്ലോ, ഈ ഒരു സംഭവം നടക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം നമ്മുടെ വാപ്പി ഉമ്മിയും റഫേൻ്റെ പേരൻസൊക്കെയാണ്. കൂടുതലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ വാപ്പി ഉമ്മിയാണ്. അവർ എല്ലാത്തിനും ആയിക്കോട്ടെ ഓക്കെ എന്ന് പറഞ്ഞു. കാര്യം വാപ്പി ആൻഡ് ഉമ്മി വെരി സപ്പോർട്ടീവ്. ലൈക്ക് എവറി ഡിസിഷൻ they will say they even not thinking like okay if it's best let's do like that. വാപ്പിക്ക് ഉമ്മിക്ക് എൻ്റെ അടുത്തും റഫയുടെ അടുത്തൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ എടുക്കുന്ന തീരുമാനമൊക്കെ കറക്റ്റ് ആയിരിക്കും. They believe that our decisions will be right. We are not just playing. It's also like a miracle. Like first my parents agreed and then Faruk's parents agreed and also the decision we make they also agreed. Means like there's from the parents alhamdulillah there's no restriction obstacle or ശരിയാണ്. കാര്യം അതൊരു മിറാക്കിൾ കണക്കായിരുന്നു. വാപ്പി ഉമ്മി ആദ്യം റഫേൻ്റെ വാപ്പയും ഉമ്മയും സമ്മതിച്ചു, വാപ്പി ഉമ്മിയും സമ്മതിച്ചു. എല്ലാത്തിനും നമ്മൾ പറയുന്ന എല്ലാത്തിനും എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഇത് ഈ വീട് കണ്ടോ, ഇതുപോലെ ഒരു വീട് വെക്കണം നാട്ടിൽ കേട്ടോ. ഒരു കുഞ്ഞു വീട് നാട്ടിൽ വെക്കണോ ഇവിടെ വെക്കണോ സാങ്? യു വാണ്ട് ഹോം ഹിയർ ഓർ ഇൻ കേരള? രണ്ട് വീട് വേണമെന്ന് റഫയ്ക്ക്. കേരളത്തിൽ സാങ് ഇതുപോലത്തെ ഒരു വീട് മതി സാങ് എനിക്ക്. I want a video like this in Kerala. The roof like that. Yeah, roof. ഇങ്ങനത്തെ റൂഫാണ്. Roof like that in Kerala home. Kerala not common like this, but this home is very pretty. It will be concrete. പിന്നെ ഞാൻ നാട്ടിലൊരു വീട് വെച്ചിട്ട് ഇതിനകത്ത് ഒരു വീട് വെച്ച് ഞാൻ നിങ്ങളെല്ലാവരും വിളിക്കും കേട്ടോ. എല്ലാവരും വരണം കേട്ടോ. ചെറിയൊരു കവറിൽ കുറച്ച് പൈസയൊക്കെ ഇട്ടിട്ട് വരണം എല്ലാവരും. I invite everyone saying, but I said please bring some money also. No. അങ്ങനെ കല്യാണത്തിൻ്റെ ദിവസം ആയിരിക്കുകയാണ്. So many family and friends also neighbors coming to our wedding. താങ്ക്സ് പറ എല്ലാവർക്കും. Thank you so much for coming and also the wishes. എല്ലാവർക്കും നന്ദി. നമ്മുടെ കല്യാണത്തിന് വന്നവർ, നമ്മുടെ വീഡിയോസ് കണ്ട് അതിലൂടെ പ്രേയേഴ്സ് പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഒരുപാട് നന്ദി. കാര്യം കല്യാണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു. ശരിക്കും പാട്ടിനും ഡാൻസിൻ്റെയൊക്കെ ഞാൻ എതിരായിരുന്നു കേട്ടോ കല്യാണ ദിവസം. ഞാൻ എപ്പോഴും പറയും എന്ത് കോപ്രായ ഇത് കാണിക്കുന്നതെന്ന് ചില ആൾക്കാരുടെ കല്യാണ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും. പക്ഷേ നമ്മുടെ സമയം ആയപ്പോഴേക്കും ഞാനത് എന്താ പറയുക, ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ആരെയും നോവിക്കാത്ത സ്നേഹസമ്പന്നരായ ആൾക്കാരാണ് ഇന്തോനേഷ്യക്കാർ, നിഷ്കളങ്കരായ. അപ്പോൾ അവരുടെ ആ നിഷ്കളങ്കമായ ആൾക്കാരുടെ ചെറിയ സന്തോഷമൊക്കെ ആയിരുന്നു ആ കല്യാണത്തിലെ ഡാൻസും പാട്ടും ഒക്കെ. അപ്പോൾ പിന്നെ അതിന് ഞാനും കൂടി. കാണാൻ പറ്റുന്നുണ്ടോ ഞണ്ടിനെ? ഇവിടുത്തെ ഓടയ്ക്കൊന്നും സ്മെല്ലില്ല കേട്ടോ.
എല്ലാം ഓടയും നല്ല എന്താണ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. കുഞ്ഞു കുഞ്ഞു മീനും കാര്യങ്ങളുണ്ട്. പക്ഷേ ഓടയിൽ ഞണ്ടിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇറ്റ്സ് നോ സ്മെൽസ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ക്ലീൻ. യാ ഈവൻ Still there. I cannot find any smell. But in Japan it will be clear. അറഫ പറയുന്നത് ജപ്പാനിലാണെങ്കിൽ ഇതിനേക്കാളും ക്ലിയർ ആയിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്കൊരു സ്മെല്ല് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അതിന് എൻ്റെ മൂക്കടഞ്ഞിരിക്കുന്നുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞു. എല്ലാം നല്ല മംഗളകരമായി എല്ലാം നടന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും വിശ്വസിനും ഒക്കെ നന്ദി. പിന്നെ എന്നെയും റഫേനെയും സ്വീകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. ഇതിൽ മരം ചുറ്റി പ്രണയമോ കത്തെഴുതി അയക്കലോ അങ്ങനെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രണയ കഥ അല്ലെങ്കിൽ ഈ ഒരു ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടോന്നൊന്നും എനിക്കറിയില്ല. ഇതിലൊരുപാട് എന്താ I don't think like everyone like the story because there is nothing like romance or nothing like movies right. പക്ഷേ നിങ്ങളെയൊക്കെ എന്താ നിരാശരാക്കിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞ കേട്ടോ. 100% സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ എന്താ ഇതിനെ ഒരു ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെല്ലാം കവർ ചെയ്തു എന്നാണ്. സ്മൈൽ സൈൻ. വി ബിലീവ് ദാറ്റ് വി കവേർഡ് എവറിത്തിങ് അല്ലേ? If you have questions, you can drop ഇൻ കമൻസ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങൾ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ കമൻസിൽ എഴുതുക. സോ സാങ് വാട്ട് യു ലൈക്ക് ടു സേ ടു കേരള പീപ്പിൾ, മലയാളീസ്? Thank you so much for this kind of support. സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഫ്യൂച്ചറിലും ഇതേപോലെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഇന്തോനേഷ്യൻ മരുമകൻ ആൻഡ് കേരള മരുമകൾ സൈനിങ് ഓഫ് ഫ്രം ഇന്തോനേഷ്യ. സൈനിങ് ഓഫ് ഫ്രം ഇന്തോനേഷ്യ. ഓക്കെ, ബൈ ബൈ. അടിക്ക്.